വെച്ചാൽ ഇതില് ഈ ഒരു തൈയിൽ നിന്ന് തന്നെ വേറൊരു തൈ പുനർജനിപ്പിക്കുകയാണ്. ഇത് ഒരു തൈ കൊണ്ട് നട്ടാൽ ഇത് നല്ലൊരു വിത്തൊക്കെ കൊണ്ടിട്ടാൽ നല്ല വർഷം എടുക്കും പൊടിച്ചു വരാൻ. ഈ ലെയറിങ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ 2 മാസത്തിനുള്ളിൽ വേരും കിട്ടും. പെട്ടെന്ന് ഒരു 2 വർഷം ഇതിന്റെ പകുതി വർഷത്തിനുള്ളിൽ തന്നെ ഇത് നല്ല വൃത്തിയെ കാച്ചെടുക്കും. എല്ലാം പോലും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ഇത് കായ്ക്കുന്നത്. ഇതൊക്കെയാണ് ഈ ലെയറിങ് ചെയ്താലുള്ള പ്രത്യേകത. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ലെയറിങ്ങിന്റെ പേരാണ് എയർ ലെയറിങ് എന്ന് പറഞ്ഞാൽ ഈ വായുവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ലെയറിങ്ങിനെ പറയുന്നു എയർ ലെയറിങ്. നമ്മൾ ഇതിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത് നമ്മളൊരു സ്റ്റെമ്മ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പെൻസിൽ തിക്ക് വണ്ണത്തിലുള്ള ഒരു കൊണ്ടയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ളത്. നമ്മൾ അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കൊണ്ടയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ ആവശ്യമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മണ്ണ്, ചകിരിച്ചോറ്, ചാണകം മുതലായവയാണ് ഇതിൽ ചെയ്യാൻ. കുറച്ച് വെള്ളവും കൂടെ ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ ആവശ്യമായത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ലെയറിങ് ചെയ്യാനുള്ള വിധം കളഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ഇതിന് അളവിന് റൗണ്ട് ചെയ്തെടുക്കണം നമ്മൾ. എന്നിട്ട് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് സൈസിന് എടുക്കണം. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ച് അളവ് ഇട്ട് നമ്മൾ ഇങ്ങനെ അറുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം ചീവണം. തൊലി ഒരു വെള്ള കാണുന്നതുവരെ ചീവി കളയണം. ഇനി നമുക്ക് ലെയറിങ് ചെയ്യാനായിട്ട് ഇനി കുറച്ച് മണ്ണെടുക്കാനുണ്ട്. നമ്മൾ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് മണ്ണൊക്കെ കുഴയ്ക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ചാണകമാണ്. ഇത്രയും ചാണകമൊക്കെ മതിയാവും. അത് നല്ല പൊടിയാക്കി എടുക്കണം. ഇതിനടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ചകിരിച്ചോറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ മാറ്റി തന്നെയാണ്. ആ ഒരു ടീച്ചറാണ് നമുക്ക് BS ആണ് പഠിപ്പിക്കുന്ന ആ ടീച്ചർ. ട്രെയിനിങ് ടീച്ചറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറാണ് ടീച്ചർ. ആ ടീച്ചറിനെ എനിക്ക് അത്ര ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ടീച്ചർ എനിക്ക് ചകിരിച്ചോറ് മാറ്റി വെച്ചിരിക്കരുത്. അപ്പോൾ ടീച്ചറിന് എല്ലാ കുട്ടികളും പറഞ്ഞ് ചകിരിച്ചോറ് വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടൂല. അത് കാരണം എല്ലാ കുട്ടികളും പോയില്ല. അപ്പോൾ എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിറ്റേന്ന് ടീച്ചറിനെ രാവിലെ കണ്ടു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്നാ നിനക്ക് ചകിരിച്ചോറ് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ആ ടീച്ചറിന് അത് അത്ര എൻ്റെ അടുത്തൊരു ഇത് കൊണ്ടാണ് ടീച്ചർ മാറ്റി വെച്ചതാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം. പിന്നെ അതെല്ലാം ടീച്ചറാണ് എനിക്ക് എല്ലാം ചെയ്യാൻ സഹായിക്കുന്നത്. പിന്നെ അതോടൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ജിതിനാണ്. ആ സാറ് എനിക്ക് ഈ ലെയറിങ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചു തന്നാൽ ആ സാറും ആ ട്രെയിനിങ് ടീച്ചറും കൂടിയാണ് എനിക്ക് ലെയറിങ് ചെയ്യാൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് കൃഷിയോടുകൂടി നല്ലൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് കണക്ക് ഞാൻ ഇതൊക്കെ നല്ലപോലെ പഠിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് തന്നെ BS ആണ്. കാരണം ഈ കൃഷിയെക്കുറിച്ചൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അടുത്ത നമുക്ക് ഇത് ഒന്ന് അടിച്ച് പൊട്ടിച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അതോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് നമുക്ക് ആവശ്യമുണ്ട്. ചകിരിച്ചോറ് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇത് നമുക്ക് ഇതിൽ വേറെ വളമൊക്കെ യൂസ് ചെയ്യാം. കോഴിക്കാട്ടവും ആട്ടുംകാട്ടവും ഒക്കെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതൊരു പരുവത്തിന് നമ്മൾ കുഴച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ല ഒരു കവർ. ആ കവറിലോട്ട് നമുക്ക് ഈ മണ്ണ് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നിറച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിത് കെട്ടുകയാണ്. ചാത്തിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നോക്കാൻ ശ്രദ്ധിക്കണം. കൈയൊന്ന് മുറിയാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കെട്ടുകയാണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ പരത്തിയിട്ട് നടുക്ക് ഭാഗം കീറി കൊടുക്കുകയാണ്.
മാത്രമല്ല അധ്യാപകരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ നൂറുനിസ ടീച്ചറാണ്. കാരണം നൂറുനിസ ടീച്ചറും എനിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ ഇതൊക്കെ പഠിച്ചിട്ട് തന്നിട്ടുണ്ട്. ഹൈബ്രിഡ് സ്റ്റേഷനിങ് ഒക്കെ അതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എനിക്ക്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് അതിന് ശേഷം ഇങ്ങനെ വെച്ച് കെട്ടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം കെട്ടാം. ഞാൻ ഇവിടെ സെലോ ടേപ്പാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കയറിട്ട് കെട്ടുന്നുണ്ട്. നമുക്കൊരു കയർ വെച്ചത് കെട്ടിക്കൊടുക്കാം. അതിന് കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഹോളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തെളിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കേണ്ടത്. ആ സമയത്ത് ഞാനൊരു വീഡിയോ ഇടാം. ഇത് ഇളക്കണ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, ഇത് നമുക്ക് അടുത്ത മാസമൊക്കെ നമുക്കിത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെയറിങ്. ലെയറിങ്ങപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഴിഞ്ഞിരിക്കുകയാണ്.